വെയില്, മലനിരകള്, എന്തൊക്കെ കാഴ്ചകളായിരുന്നു അല്ലെ. പോയ പോക്കണ്ട. ഇതാണ് പ്രകൃതിയുടെ വികൃതി എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്കൊന്ന് തോന്നണ്ടാവും അതെന്താണെന്ന് ഒന്നും കൂടി. അപ്പൊ നമുക്ക് ഇതേ ആംഗിളിൽ തന്നെ ഒന്ന് ക്യാമറ ഒന്ന് റിവേഴ്സ് വലിച്ചാല് നമുക്ക് ഒന്നും കൂടി പോട്ടെ കുന്ന് കാണാം, നമ്മൾ ഈ ഇറങ്ങിയിരിക്കുന്ന ഈ സ്ഥലവും കാണാം കേട്ടോ. പ്രകൃതിയുടെ വികൃതി കരവിരുത് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇത്തരം യാത്രകളിലൂടെ കിട്ടുന്നതാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള ടെറൈനിലൂടെ ഉള്ള യാത്രകൾ അത് നമുക്ക് തരുന്ന പുതുമകൾ നിറഞ്ഞ കാഴ്ചകളും അനുഭവങ്ങളൊക്കെ വളരെ വലുതാണത്. അതിന് നമ്മൾ യാത്രകൾ ചെയ്യണം. അതിനു വേണ്ടിയാണ് നമ്മൾ എപ്പോഴും പറയുന്നത് യാത്രകൾ ചെയ്യണം, ലോകത്തിന്റെ വ്യത്യസ്ത കോണുകളിലേക്ക് യാത്രകൾ ചെയ്യണം. ഇനി ലോകത്തിന്റെ വ്യത്യസ്ത കോണുകൾ പറ്റില്ലെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നൊന്നും തമിഴ്നാട് വരെ പോയാൽ മതി. അപ്പൊ തന്നെ പ്രകൃതിയൊക്കെ മാറിക്കഴിഞ്ഞു. നമ്മളൊന്ന് എന്താ പറയുക, കോയമ്പത്തൂർ വരെ പോകുമ്പോ തന്നെ കഥ മാറി ഇല്ലേ. ചുമക്കുണ്ട്, സതീഷ് ക്ഷമിക്കണം. കുട്ടനാടിന്റെ ഭൂപ്രകൃതിയാണോ നമ്മുടെ പാലക്കാടിന്? അത്ര മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. സ്വിറ്റ്സർലൻഡിൽ ഇരുന്നിട്ട് കഥ പറയണതിനല്ല, കാഴ്ചകൾ കാണാം. കാഴ്ചകൾ കാണുമ്പോൾ ഞാൻ എന്റെ വാചകടി കേട്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ബാക്കിലെ കാഴ്ചകളോട് കാണൂട്ടാ. ഇനി എവിടെ സൂര്യൻ, നമ്മുടെ സൂര്യഭഗവാൻ എവിടെ, സൂര്യൻ ചേട്ടൻ എവിടെ, കാണൂല. ഇനി നമ്മളിങ്ങനെ തിരിച്ചു പോണവരെ. നാളെ ഞാൻ എവിടെയാണ് സൂര്യനെ കാണാൻ പറ്റോ? ജോർജ് ഭയങ്കര ചിരിക്കണ്. ജോർജിന് ചിരി വരുന്നത്. യെസ്, നാളെ നമ്മൾ സൂര്യനെ കാണുമില്ലേ? കാണി ഇങ്ങോട്ട് വരണം തോന്നല്ലേ? സൂര്യനെ കാണി ഇങ്ങോട്ട് വരണം, അല്ലെങ്കിൽ കാണൂല. യെസ്, എന്താ കാഴ്ച അല്ലേ. മലഞ്ചെരുവുകളും താഴ്വാരങ്ങളൊക്കെ ഇങ്ങനെ നമ്മളെ വല്ലാത്തൊരു അതിശയത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ചെവി കടയുന്നുണ്ട്. യെസ്, പക്ഷെ ഇത് അവസാനിക്കുന്നില്ല കേട്ടാ, അങ്ങ് പോവുകയാണ്. നോക്കിയേ എന്താ കാഴ്ച അല്ലേ. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളൊക്കെ താമസിക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഗ്രാമങ്ങളാണ് നമ്മൾ കാണുന്നത് കേട്ടോ. വീട് മൊത്തം മഞ്ഞിന്റെ അടിയിലാണ്. അവിടെ നമ്മൾ മനുഷ്യര് മാത്രമല്ല മൃഗങ്ങളൊക്കെ ഉണ്ട്. രാവിലെ ഇവിടെ വരുന്ന സമയത്ത് അവിടെ നമ്മൾ എന്താ പറയുക, തൊഴുത്തെന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് കാണാൻ സാധിച്ചു. ഏതാനും പശുക്കളെയും അതുപോലെ കുതിരകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ വിസിബിലിറ്റി തീരമ്പെ പോയിരിക്കുകയാണ്. നമ്മൾ താഴെ കാണുന്ന ഒരു വര പോലെ കണ്ടില്ലേ, തണുത്തുറഞ്ഞൊരു റിവറാണ് കേട്ടോ. റിവർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു റിവർ, തണുത്തുറഞ്ഞ വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട്. പക്ഷെ പല സ്ഥലത്തും ഐസ് ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. ഒപ്പം തന്നെ പാലങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. എന്താ കാഴ്ചകളല്ലേ, ഒന്നും പറയാനില്ല. എങ്ങനെ ക്യാമറ തിരിച്ചാലും ഐസ് കാഴ്ചകളും മാത്രം. യെസ്, അപ്പൊ അതായത് നമ്മളെ കേബിൾ കാർ ഇങ്ങനെ സ്റ്റേഷനിലേക്ക് വരെയാണ്, അടുക്കുകയാണ്. ലാൻഡിങ്ങിന് തയ്യാറാവുന്നു. ലാൻഡിങ്ങിന് വന്ന സമയത്ത് ഒരു ഇത്തിരി സ്പീഡൊക്കെ കൂട്ടി അങ്ങോട്ട് ഒന്നും കൂടി സ്പീഡ് കൂടി വരെയാണ് കേട്ടോ. യെസ്, ഇതേ താഴെ നദി ഒഴുകുന്നു, അതിന്റെ മുകളിലൂടെ പറന്നിറങ്ങുന്നു. യെസ്, ഒന്നും പറയാനില്ല. യെസ്, ജീവിതത്തിൽ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾക്ക് ശേഷം വീണ്ടും നമ്മൾ ഇറങ്ങുന്നു. യെസ്, ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മുടെ ഈ കേബിൾ കാറിന്റെ കപ്പാസിറ്റീസ് ആണ് കേട്ടോ. 100 കിലോമീറ്ററുള്ള ശക്തമായിട്ടുള്ള കാറ്റിനെ വരെയും ഇതിനെ പ്രതിരോധിക്കാൻ പറ്റും. അതായത് 100 കിലോമീറ്റർ ശക്തമായിട്ടുള്ള കാറ്റടിച്ചാലൊന്നും ഇതൊന്നും തന്നെ സംഭവിക്കില്ല. അതുപോലെ തന്നെ ഇതിന്റെ കപ്പാസിറ്റി തന്നെ ഓരോ ഇതുപോലത്തെ ഉള്ളതിലേക്കും 26 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ വൈഫൈ ഫെസിലിറ്റീസ് എല്ലാം തന്നെ ഉണ്ട്. ഇതിന്റെ നമ്മളിങ്ങനെ പോകുമ്പോൾ ആറ്റിറ്റ്യൂഡ് ഡിഫറൻസ് വരാൻ പോണത് 1385 മീറ്ററിന്റെ ഹൈറ്റിലേക്ക് നമ്മൾ എത്തി. അപ്പോൾ നമ്മളിപ്പോൾ പല ഹൈറ്റ് നമ്മൾ 2000-3000 എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സമുദ്രനിരപ്പിൽ നിന്നുള്ളത് പറയണതാണ്. പക്ഷെ നമ്മൾക്ക് ആ ഡിഫറൻസ് നമ്മൾ കയറിപ്പോകുന്നത് 1385 മീറ്ററിലേക്കാണ് കയറിപ്പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ 7 സപ്പോർട്ടിംഗ് ടവറുകളാണ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ബോഡി നോക്കിയിട്ടാണ് പറയുന്നത്. 7 സപ്പോർട്ടിംഗ് ടവറുകൾ ഇതിൻ്റെ ഇടയിലുണ്ട്. അതുപോലെ തന്നെ ഈ 62 മീറ്ററാണ് ഏറ്റവും ഹയ്യസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന ടവറിൻ്റെ മാത്രം ഹൈറ്റ് ഇട്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പീഡ്, ഈ കേബിൾ കാറിൻ്റെ സ്പീഡ് എല്ലാവർക്കും അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ. അത് 28.8, അതായത് 28-29 കിലോമീറ്റർ പെർ അവറിലാണ് ഇത് യാത്ര ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള കേബിൾ കാറിൽ ഒന്നിലാണ് നമ്മളിത് യാത്ര കഴിഞ്ഞ് തിരിച്ചിറങ്ങുന്നത്. പിന്നെ നമുക്ക് ഇനി അടുത്ത ട്രെയിനിൽ കയറിയിട്ട് അടുത്ത യാത്ര സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴേ വലിയ ചോക്ലേറ്റ് ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ട്രെയിനിൽ നിന്ന് നമുക്ക് ഒരു ചോക്ലേറ്റ് നമ്മളെ കൊതിപ്പിച്ച് പിന്നെ അത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ചോക്ലേറ്റ്സ് ആണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ചോക്ലേറ്റ് കമ്പനികളൊക്കെ ഉണ്ട്. പക്ഷെ ഒറിജിനൽ സ്വിസ് മെയ്ഡ് ചോക്ലേറ്റ്സ്. ആ ചോക്ലേറ്റ് ഉണ്ടോ? ടീ ചോക്ലേറ്റ് ഉണ്ടോ? അതെനിക്ക് ഒരെണ്ണം മേടിക്കണം കേട്ടോ. യെസ്.
ഓക്കെ ആൽഫിൻ്റെ അതാണോ ലാഭം? ഓക്കെ മതി. ഓക്കെ നമ്മളൊക്കെ അവിടെ നിന്ന് മേടിക്കാം. യെസ്. അപ്പോൾ അതെ ചോക്ലേറ്റുകൾ നമുക്ക് ഈ സാധനമാണ് നമുക്ക് തന്നത് കേട്ടോ ട്രെയിനിൽ വെച്ചിട്ട്. യെസ്. ഓക്കെ അടിപൊളി അടിപൊളി. യെസ്. ഇത് പറയുമ്പോൾ എൻ്റെ സിസ്റ്റർ ഭയങ്കര ചോക്ലേറ്റ് മേക്കിംഗ് ആണ് കേട്ടോ. ചോക്ലേറ്റ് ആൻഡ് കേക്ക്സ് ഒക്കെ അനു കേക്ക്സ് ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ അങ്ങനെ സിസ് മെയ്ഡ് ചോക്ലേറ്റ്സ് ആൻഡ് ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ പരീക്ഷിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്നാൽ വിടാം, നമുക്ക് ഉള്ള സമയത്ത് അടുത്ത വണ്ടി വിടാം. ക്യാമറയിൽ പണി തീരാറായിട്ടുണ്ട്. യെസ്. പണ്ടൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര കൗതുകം വരുന്നിട്ടാ. മറ്റൊന്നുമല്ല, ഗൾഫിലൊക്കെയാണ് നമ്മളിങ്ങനെ കണ്ടേക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ അജ്ഫാൻ പോലുള്ള ഒരുപാട് കമ്പനികൾ എല്ലാവരും ഉണ്ട്. ഗൾഫിലുള്ള അതേ സ്റ്റാൻഡേർഡ് തന്നെ ഒരുപക്ഷെ അതിനേക്കാളും ക്വാളിറ്റിയുള്ള ചോക്ലേറ്റ്സും നട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമാണ്. പണ്ട് ഇതൊന്നും കിട്ടില്ല. പണ്ട് ഗൾഫുകാർ വരുമ്പോൾ മാത്രമേ, ഗൾഫുകാരെ കുറ്റം പറഞ്ഞതല്ല കേട്ടോ, ഗൾഫിനെ കിട്ടിയിരുന്നുള്ളൂ. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലും ഈ അജ്ഫാനും അതുപോലെ പല ബ്രാൻഡുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇത് ഇറക്കിയിട്ട് നമുക്ക് നമ്മുടെ യഥേഷ്ടം നമ്മൾ ഇഷ്ടാനുസരണം ഇവൻ ഗൾഫിലെ പെപ്സി വരെ നമുക്ക് പോയിട്ട് അജ്ഫാനിൽ നിന്ന് മറ്റൊക്കെ മേടിക്കാൻ പറ്റും. അതാണ്. പെപ്സി മാത്രമല്ല കേട്ടോ, കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് കടയിനോട് വിട പറഞ്ഞ് നടക്കുമ്പോൾ എന്താ പറഞ്ഞല്ലോ, ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സ്വിറ്റ്സർലൻഡിലാണ്. യെസ്. ഞാൻ പറയും സ്വിറ്റ്സർലൻഡിലല്ല, എൻ്റെ പെങ്ങള് ഹനീഷ ഉണ്ടാക്കി വെക്കുന്നുണ്ട് നല്ല ചോക്ലേറ്റ്സ്. ഞാൻ എൻ്റെ കുടുംബത്തോളം പ്രോത്സാഹിപ്പിക്കുന്നു. അനു കേക്ക്സ് കേട്ടോ. അങ്ങനെയല്ല കേട്ടോ, ലോകത്തിൽ ഏറ്റവും ബെസ്റ്റ് ചോക്ലേറ്റ്സ് കിട്ടുന്നത് സ്വിറ്റ്സർലൻഡാന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റ് മേടിക്കിട്ട് വരാൻ പറ്റില്ല. ഖത്തറിലുള്ളവരൊക്കെ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണിച്ച് ചെയ്താൽ മതി. നാട്ടിലാണെങ്കിൽ യെസ്, നാട്ടിൽ കിട്ടുന്നുണ്ട്. യെസ്. ഓക്കെ. അപ്പോൾ നല്ല നല്ല കാഴ്ചകളിലൂടെ നിന്ന് കടന്നു പോയത്. അപ്പോൾ നമ്മളിനി ട്രെയിനിൽ കയറിയിട്ട് അടുത്ത സ്ഥലത്തേക്ക്. നമുക്കാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി 2 ട്രെയിനും കൂടി കയറിയിട്ട് വേണം പോകാനായിട്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. കണ്ടില്ലേ വീടുകളും സംഭവങ്ങളൊക്കെ. അതൊക്കെ മുമ്പ് സ്റ്റേഷനിൽ നിൽക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ. ഇവരൊക്കെ ഇനി ഈ സ്കീയിങ്ങിന് വേണ്ടി വന്നതാണ്. ഇനിയിപ്പോൾ പോയിട്ട് നാളെ വീണ്ടും വരും. ഇതൊരു വല്ലാത്തൊരു ഹരം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ ട്രെയിനും പ്രത്യേകതകൾ നിറഞ്ഞതാണ്. കണ്ട, ഇത് മല കയറുന്ന ട്രെയിനാണ് കേട്ടോ. നമ്മളിത് ഇതിക്ക് മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ട്രെയിനിൻ്റെ ഈ ട്രാക്കിൻ്റെ സെൻറ്ററിലും കൂടി കണ്ടില്ലേ, ഗ്രിപ്പ് കണ്ടില്ലേ, മല കയറി ഇറങ്ങിപ്പോകുന്ന ട്രെയിനാണ്. അപ്പോൾ നമ്മുടെ ട്രെയിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇനി 1/2 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ട്രെയിൻ വരും. മുകളിൽ മലനിരകളിലേക്കൊക്കെ നോക്കിയാൽ ഒരു രക്ഷയിലാത്ത കാഴ്ചകളുണ്ടോ. ഫുൾ ഐസ് വീണ് കിടക്കുന്നു. ഒരു 1.5 ഫീല്, ഒന്നും പറയാനില്ല. പിന്നെ സ്വിറ്റ്സർലൻഡ് വരുമ്പോൾ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം. റോട്ടിലൊക്കെ ഇങ്ങനെ വെള്ളം കിടക്കണമെങ്കിൽ പലതും ഐസായിരിക്കും. മുകളിൽ അങ്ങോട്ട് തെന്നി വീഴാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. സ്വിറ്റ്സർലൻഡിൽ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സ്വിറ്റ്സർലൻഡ് പൊതുവെ എക്സ്പെൻസീവാണ്, യുഎസിനേക്കാളൊക്കെ എക്സ്പെൻസാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഏതിലൊക്കെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിരുന്നിട്ട് തോന്നി പോലെയൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ട്രൗസർ കയറി പോകും വീണ്ടും. ഓക്കെ. ശ്രദ്ധിക്കുക. പക്ഷേ മെനു ഒക്കെ നോക്കി നമ്മുടെ രീതിയിൽ നമ്മളിത് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. ഫുഡിൻ്റെ കാര്യത്തിലൊന്നും ബുദ്ധിമുട്ടില്ല. ഇഷ്ടംപോലെ നല്ല അടിപൊളി ഫുഡുകളൊക്കെ കിട്ടും. ബോർഡിൽ നമ്മുടെ ട്രെയിനിൻ്റെ സമയമൊക്കെ വന്ന് അപ്പോൾ ഇനി ട്രെയിൻ വരെ കയറിപ്പോകുക. അതിനുശേഷം ഒരു സ്ഥലത്തും കൂടി ഇറങ്ങിയിട്ട് വേണം. 2 ട്രെയിൻ കയറിയാലാണ് കേട്ടോ നമ്മുടെ ഹോട്ടലിലേക്ക് എത്തുള്ളൂ. അപ്പോൾ സമയം രാത്രി 9 മണി കേട്ടോ. ജോർജ് അപ്പോൾ പോയി. ജോർജ് ഇന്നലെ നാട്ടിൽ നിന്ന് എത്തിയിട്ടുള്ളൂ. അപ്പോൾ നല്ല ബീഫൊക്കെ വേവിച്ച് കൊണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ പക്ഷെ പോലെ ഞാൻ അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും റൂമിലേക്ക് പോകണം. സത്യം പറഞ്ഞാൽ ഭയങ്കര ടയേർഡാണ്. ആക്ച്വലി ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്കൊക്കെ പോകുമ്പോൾ ആക്ച്വലി ഇത് ഞാൻ നോക്കിയത് സൈഡിൽ ആളൊക്കെ ഉണ്ടായിരുന്നു കണ്ടോ. ആക്ച്വലി ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോൾ ഓക്സിജൻ കുറവൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ ചിലർക്ക് തലവേദന ക്ഷീണമൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്കും അങ്ങനെ ചെറിയ രീതിയിൽ തലവേദന ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിക്കൊരു ബർഗർ ഇതിലും കഴിച്ചിട്ട് നേരെ റൂമിൽ പോയി കുളിച്ച് കിടന്നൊന്ന് ഉറങ്ങണം. വയറിറച്ച് വെള്ളവും കൂടി കുടിച്ചിട്ട് ഒരു രക്ഷയില്ല. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നല്ല അടിപൊളി ഇടുവെട്ട് കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അറിയാലോ, കമ്പാരിറ്റീവ്ലി സ്വിറ്റ്സർലൻഡ് വളരെ എക്സ്പെൻസീവായിട്ടുള്ള ഒരു രാജ്യമാണ് മറ്റു രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ നല്ല രീതിയിൽ നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വളരെ ക്രീമായിട്ടുള്ള സംഭവങ്ങൾ മാത്രമാണ്. അപ്പോൾ നാളെ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലും മലനിരകളും മറ്റുമൊക്കെ ആയിരുന്നെങ്കിൽ നാളെ ഇവിടുത്തെ ഈ ലുസൈൽ സിറ്റിയുടെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും മറ്റുമൊക്കെയാണ് പകർത്താൻ ഉദ്ദേശിക്കുന്നത്. ഒപ്പം ഗ്രാമ കാഴ്ചകളൊക്കെ
അപ്പോൾ എന്തായാലും കാത്തിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ അടിപൊളി ഇടുവെട്ട് കാഴ്ചകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡ് റിലേറ്റഡ് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമ്മൾ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കും. യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വിസ, ടിക്കറ്റ്, പാക്കേജുകളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഇടുവെട്ട് കാഴ്ചകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിലെല്ലാവർക്കും ബൈ.